ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വേദക്കുട്ടിയുടെ സ്കൂളിൽ ഗ്യാതറിങ് പരിപാടിയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഡാൻസിനായിട്ട് ഒരുങ്ങിയതാണ് ഈ കാണുന്നത്. അപ്പോൾ അതാ ദേവൂട്ടനുമായിട്ട് ഡാൻസിന് പോണതിന് മുന്നേ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ഞങ്ങളവിടെ എത്തി കേട്ടോ. ഞാനും വേദൂസും ദേവൂട്ടനും കൂടെ ആയിരുന്നു പോയത്. ഹസ്ബൻഡിന് വരാൻ പറ്റിയില്ല. അപ്പോൾ അതാ ഞങ്ങൾ ചെന്നപ്പോഴത്തേനും എന്താ ഫ്രണ്ടിൽ തന്നെ അവർ ഗ്യാതറിങ്ങിൻ്റെ സംഭവമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഒത്തിരി കുട്ടികളുണ്ടായിരുന്നു പരിപാടിക്ക്. പിന്നെ ഇതാ അവിടെ ചെറിയൊരു ടീ ഷോപ്പാണത് കേട്ടോ. വടാപ്പാവ്, സമൂസ, ചായ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വേദൂസൊന്നും വാങ്ങിയില്ല. ഞങ്ങൾക്കവിടെ 11 മണിക്കായിരുന്നു എത്തേണ്ടത്. ഞാൻ ആദ്യമായിട്ടാണ് വേദൂസിനെയും കൊണ്ട് ഒറ്റയ്ക്ക് ഇങ്ങനൊരു പരിപാടിക്കൊക്കെ പോണത്. എല്ലാത്തിനും ഹസ്ബൻഡ് കൂടെ വരുമായിരുന്നു. പക്ഷേ ഇന്ന് ഓഫീസിൽ ലീവ് കിട്ടാത്തതുകൊണ്ട് ഞാനും വേദൂസും ദേവക്കുട്ടനും കൂടെയാണ് പോയത്. അപ്പോൾ ഞങ്ങൾ ഏകദേശം വഴിയൊക്കെ അറിയായിരുന്നു. പക്ഷേ അങ്ങോട്ടൊന്നും പോയിട്ടില്ലാത്തതുകൊണ്ട് പിന്നെ ഓട്ടോക്കാരുടെ അടുത്ത് പറഞ്ഞ് അങ്ങനെ കൊണ്ടുപോയി അവിടെ ഇറക്കിയതാണ്. അപ്പോൾ ഇതാ വേദുവിൻ്റെ കൂട്ടുകാരൊക്കെയാണ്. വേദൂസ് നല്ല സന്തോഷത്തിൽ എല്ലാവരുടെയും കൂടെ നടക്കുവാണ്. ഇപ്പോൾ ഇതാ വേദക്കുട്ടിയുടെ സ്കൂളിലെ കുട്ടികൾ ഇത് നല്ല അടിപൊളി ഡാൻസ് ആയിരുന്നു കേട്ടോ. ആൺകുട്ടികളുടെ എനിക്ക് ആ തലയിലുള്ള സംഭവം തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. അപ്പോൾ ആ കുട്ടികളുടെ ഡാൻസ് നല്ലപോലെ കളിച്ചിട്ടാണ്. എല്ലാവരുടെയും നല്ലതായിരുന്നു. പിന്നെ ഇതാ വേറെ ടൈപ്പ് സാരി ഉടുത്തിട്ട് നല്ല അടിപൊളി വേഷമുണ്ട്. പിന്നെ ഇതാ കുട്ടികൾ സാരിയൊക്കെ കൊടുത്ത് ഇങ്ങനെ നെറ്റിയിൽ കുറേ ഭസ്മമൊക്കെ തേച്ചിട്ട് അങ്ങനത്തെ കുറേ വെറൈറ്റി ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. മറാഠി പാട്ടും ഹിന്ദി പാട്ടും ഒക്കെയാണ് കൂടുതലും. അപ്പോൾ നല്ല അടിപൊളിയായിട്ടൊക്കെ ടീച്ചർമാർ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. വേദക്കുട്ടിയുടെ ഏറ്റവും ലാസ്റ്റായിരുന്നു വേദുവിൻ്റെയും ഗ്രൂപ്പിൻ്റെ ഡാൻസ്. അപ്പോൾ ഇതാ കുട്ടികളെല്ലാവരും അകത്തേക്ക് കയറാൻ നിൽക്കുകയാണ്. ഞങ്ങൾ ഫ്രണ്ടിൽ കൂടെ തന്നെ കയറിയിരിക്കണം. അവർ ആ പുറകിൽ ചെന്നിട്ട് ടീച്ചർമാരുടെ അടുത്ത് ആക്കിയിട്ട് ഞങ്ങൾ പിന്നെ ഇങ്ങോട്ട് പോന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ തിയേറ്ററാണ് കേട്ടോ. ഒരു തിയേറ്ററിൻ്റെ ഇതിലാണ് പരിപാടിയൊക്കെ നടത്തിയത്. അപ്പോൾ സ്റ്റേജ് പോലെ ഇപ്പോൾ നമ്മൾ സാധാ തിയേറ്ററിൽ ഇരിക്കും പോലെയുള്ള കസേരകൾ അതൊക്കെ തന്നെയാണ്. അപ്പോൾ ആ ചെയറിൽ ഇരുന്നിട്ട് അവിടെയാണ് പരിപാടി നടത്തുക. അപ്പോൾ അതാ ഞങ്ങളിവിടെ അവിടെ ഇരുന്ന സമയത്ത് ദേവൂട്ടൻ്റെ വായിൽ ആരോ എന്തോ ഒരു നുറുക്കാൻ മറ്റേ വെച്ച് കൊടുത്തത്. ഞാൻ പെട്ടെന്ന് പേടിച്ച് പോയിട്ട് ആരാ വെച്ച് കൊടുത്തതെന്ന് മനസ്സിലായില്ല. അവനാണെങ്കിൽ ആരെന്ത് കൊടുത്താലും വാ തുറന്ന് കൊടുക്കൂട്ടോ. അവനറിയില്ലല്ലോ. അത് കാരണം കഴിക്കണം എന്തോ ആണെന്ന് മനസ്സിലായിട്ടാണ് അവൻ വാ തുറന്ന് കൊടുത്ത്. ഞാൻ പിന്നെ ഒരു കണക്കിനത് വായിൽ നിന്ന് എടുത്തിട്ട് നുറുക്കായിരുന്നു. അപ്പോൾ അവൻ വിഴുങ്ങത്തേ ഉള്ളൂ. അധികം ചവച്ചങ്ങനെ കഴിക്കാൻ അറിയില്ല. പിന്നെ ദാ ടീച്ചർമാരൊക്കെ സ്റ്റേജിലേക്ക് കയറാൻ പോയാണ്. പിന്നെ വിശിഷ്ടാതിഥിയായിട്ട് ഏതോ ഒരു സ്കൂളിലെ വലിയ പ്രിൻസിപ്പാളായിരുന്നു. നമുക്കറിയില്ല കേട്ടോ. അവിടെ ഉള്ള ഒരു സ്കൂളിലെ ആയിരുന്നു. അപ്പോൾ എല്ലാവരും സ്റ്റേജിൽ കയറാൻ പോവുകയാണ്. പിന്നെ ഇതാ പരിപാടിയൊക്കെ തുടങ്ങി. ആദ്യത്തെ ഡാൻസ് ഇതായിരുന്നു കേട്ടോ. നല്ല രസമുണ്ട്. കുട്ടികൾ ഒരേപോലെ സാരിയൊക്കെ ഉടുത്ത് ആൺകുട്ടികൾ ഫ്രണ്ടിൽ 2-3 പേരുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഈ ഡാൻസിൻ്റെ ഒരു ഇച്ചിരി ഇവിടെ എനർജി ആവാമെന്ന് തോന്നിയിട്ടെ. ഇനിയിപ്പോൾ ആ പാട്ടിന് അങ്ങനത്തെ സ്റ്റെപ്പാണോ എന്ന് നമുക്കറിയില്ല. ഇവിടുത്തെ ഓരോ സോങ്ങും ഇതൊക്കെ കൊണ്ട് നമുക്കറിയില്ല ഇനി അങ്ങനെ ആണോ എന്ന്. കുറച്ചും കൂടെ എനർജി ആവാമെന്ന് എനിക്ക് തോന്നി. കുഴപ്പമില്ല, എന്നാലും നല്ലപോലെയൊക്കെ ചെയ്ത്. എല്ലാവരുടെയും പാരൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുട്ടികൾ ഉള്ളതുകൊണ്ട് എല്ലാവരും പാരൻസ്മാരുണ്ടായിരുന്നു. ദേവൂട്ടൻ കുറച്ച് സമയമൊക്കെ അടങ്ങിയിരുന്നു. പിന്നെ കുറച്ച് അലമ്പെടുക്കാനൊക്കെ തുടങ്ങി. ഇതായിരുന്നു ആ നെറ്റിയിൽ ഭസ്മവും കുങ്കുമമൊക്കെ തൊട്ടിട്ടെന്ന് പറഞ്ഞാൽ ആ കുട്ടികളുടെ ഡാൻസ് ഇതായിരുന്നു. ഇത് ദേവിയുടെ ഒരു സോങ്ങാണ്. അപ്പോൾ അത് കാരണമാണ് എല്ലാവരും മുടിയൊക്കെ അഴിച്ചിട്ടിട്ട് നമ്മൾ നാട്ടിലെ പോലത്തെ ആ ദേവിമാരുടെ ആ ഒരു ഇത് തന്നെ. അപ്പോൾ അത് കാരണം എല്ലാവരും സാരി ഉടുത്ത് ലാസ്റ്റ് മുടിയൊക്കെ ഇട്ടിട്ട് മുടിയാട്ടം പോലത്തെയൊക്കെ കുറേ സ്റ്റെപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൽ ഒത്തിരി കുട്ടികളുണ്ടായിരുന്നു കളിക്കാൻ. നല്ലതായിരുന്നു ആ ഡാൻസ്. സ്റ്റെപ്പും എല്ലാം നല്ലതായിരുന്നു. അപ്പോൾ ഇതാ ദേവിയുടെ ഫോട്ടോ അവർ ആ സ്ക്രീനിൽ കാണിച്ചിട്ടൊക്കെ ഉണ്ട്. എന്നിട്ട് നല്ല പോലെയൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഡാൻസായിരുന്നു. ഇതിൽ നമുക്ക് ഈ പാട്ടൊക്കെ നല്ല പാട്ടായിരുന്നു കേട്ടോ എല്ലാം. പക്ഷേ ഇനിയിപ്പോൾ പാട്ട് കൊടുത്താൽ ഇത് യൂട്യൂബിൽ എങ്ങനെയാണെന്ന് അറിയാത്തത് കൊണ്ടാണ് ഞാൻ പാട്ടൊന്നും അധികം കേൾപ്പിക്കാത്തത്. നമുക്ക് കോപ്പിറൈറ്റ് ചിലപ്പോൾ വരും മിക്ക പാട്ടിനും. അപ്പോൾ അത് കാരണമാണ് ഞാൻ പിന്നെ പാട്ടൊന്നും കൊടുക്കാത്തത്. നല്ല സോങ്ങായിരുന്നു. മക്കളെല്ലാം നല്ലപോലെ കളിച്ച്. വേദൂസൊക്കെ അവിടെ സൈഡിൽ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. വേദക്കുട്ടിയുടെ ഗ്രൂപ്പിൻ്റെ ലാസ്റ്റാണ്. ഇതാണ് ആൺകുട്ടികളുടെ ഡാൻസ്. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മുടെ ശിവജി മഹാരാജാവിൻ്റെ ആ ഒരു ഇതിലുള്ള സോങ്ങൊക്കെയാണ് അവരെടുത്തത്. സ്റ്റെപ്പൊക്കെ നല്ല സൂപ്പർ സ്റ്റെപ്പായിരുന്നു. പിന്നെ തലയിൽ ആ സംഭവം അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. അത് താഴെ വീഴുമോയെന്ന് എനിക്ക് ആദ്യം ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അതിങ്ങനെ താടിയുടെ അടിവശത്ത് കൂടെ ഇങ്ങനെ അവരൊരു റബ്ബർ പോലെ ഉണ്ട്. അപ്പോൾ അതിങ്ങനെ ഇതാക്കി വെച്ചിരിക്കണോണ്ട് നമ്മൾ തൊപ്പിയൊക്കെ വയ്ക്കുമ്പോൾ ഇങ്ങനെ ഒരു ലോക്കാണത്. അപ്പോൾ അത് കാരണം അങ്ങനെ പെട്ടെന്നൊന്നും താഴത്തേക്കൊന്നും വീഴില്ല. നല്ലപോലെയൊക്കെ കളിച്ച്. പാട്ട് നല്ല അടിപൊളി പാട്ടായിരുന്നു. അപ്പോൾ അത് കാരണം നന്നായിട്ടൊക്കെ കളിച്ച് കുട്ടികൾ. ടീച്ചർമാർ അവർക്ക് ഡാൻസ് ടീച്ചർമാരുണ്ട് സ്കൂളിൽ തന്നെ. അപ്പോൾ ആ ടീച്ചർമാർ തന്നെ പഠിപ്പിച്ച സ്റ്റെപ്പൊക്കെയാണ്. കുഴപ്പമില്ലായിരുന്നു.
കുട്ടികൾക്കുള്ള എന്തോ സ്നാക്സ് പോലെ അവരവിടെ കൊടുത്തിട്ടാ. പിന്നെ നമുക്കാണ് ആ ടീ ഷോപ്പ് പോലെ കാണിച്ചതിൽ നിന്ന് എന്തെങ്കിലും വാങ്ങാനായിട്ട് പൈസയൊക്കെ കൊടുത്ത് വാങ്ങേണ്ടത്. കുട്ടികൾക്കുള്ള ചെറുതായിട്ട് എന്തോ ജ്യൂസും ഐറ്റംസൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഇത്തിലൂടെ വലിയ കുട്ടികളുടെ ഡാൻസാണ് കേട്ടോ. 9-ലോ 10-ലോ ഒക്കെ പഠിക്കുന്ന കുട്ടികളുടെ ഡാൻസായിരുന്നു ഇത്. നല്ല ഡാൻസായിരുന്നു. ആ കുട്ടികളെല്ലാം നല്ലപോലെ കളിച്ച്. ഇപ്പോൾ ഇത്തിരി വലിയ കുട്ടികളായത് കാരണം അവർക്ക് പിന്നെ ഒരുവിധം സ്റ്റെപ്പുകളൊക്കെ നല്ലപോലെ അറിയാം. നല്ല ഡാൻസായിരുന്നു. പാട്ടും നല്ലതായിരുന്നു. എല്ലാം വലിയ കുട്ടികളായതുകൊണ്ട് നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. ഡ്രസ്സൊക്കെ സൂപ്പറായിരുന്നു. ഇവർ മിക്ക ഡ്രസ്സും റെൻറ്റിന് തന്നെയാണ് ഇവർ എടുത്തത്. നമ്മൾ പിന്നെ ആ റെൻറ്റിന് എടുക്കണ ആ പൈസ നമ്മൾ സ്കൂളിൽ കൊടുക്കണം ഡ്രസ്സിൻ്റെ. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ ചെറിയ കുട്ടികൾക്ക് 2-ലും 3-ലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രം അവർ കിട്ടിയ ഡ്രസ്സ് അവർക്ക് സ്വന്തമായിട്ട് എടുക്കാം, തിരിച്ചു കൊടുക്കണ്ട. ബാക്കി നമുക്ക് വേദൂസിന് കിട്ടിയതും പിന്നെ ഇതായി കുട്ടികൾ കളിക്കുന്നതും ഒക്കെ എല്ലാം റെൻറ്റിനാണ്. അപ്പോൾ അത് നമ്മൾ ഡാൻസ് കഴിയുമ്പോൾ തിരിച്ചു കൊടുക്കണം. ബാക്കിയുള്ള ചെറിയ ക്ലാസ്സിലെ കുട്ടികളുടെയൊക്കെ നമുക്ക് സ്വന്തമായിട്ട് എടുക്കാം. ഇപ്പോൾ ഇതാ വേദുക്കുട്ടിയുടെ ഡാൻസാണ് കേട്ടോ. ഇതാണ് വേദൂസിൻ്റെ ക്ലാസ്സിലെ കുട്ടികളുടെ ഡാൻസ്. നന്നായിട്ട് കളിച്ചിട്ടാ. വേദൂസ് ഇതാ അവിടെ സൈഡിലുണ്ട്. എല്ലാവരും എന്ന് വെച്ചാൽ ആദ്യമേ കളിക്കുന്ന സമയത്ത് ഓരോ കുട്ടികൾ ഫ്രണ്ടിൽ, അത് കഴിഞ്ഞ് പിന്നെ ബാക്കിൽ നിൽക്കുന്ന കുട്ടികൾ കറങ്ങി ഫ്രണ്ടിൽ, അങ്ങനെ എല്ലാവരും ഫ്രണ്ടിൽ വരാനുള്ളൊരു അവസരം കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ട് കളിച്ചെല്ലാവരും. ഇതായിരുന്നു ലാസ്റ്റ് പെർഫോമൻസ്. അപ്പോൾ അവർ നല്ല എൻജോയ് ചെയ്ത് നല്ല സൂപ്പറായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. നല്ല പാട്ടായിരുന്നു. വേദൂസിന് ആദ്യം ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. വേദുക്കുട്ടി ഇങ്ങനത്തെ സ്റ്റേജിൽ ആദ്യമായിട്ടാണ് കളിക്കുന്നത്. സ്കൂളിൽ തന്നെ ഓരോ പ്രോഗ്രാമിന് ചേരുമെന്നല്ലാണ്ട് ഇങ്ങനെ ഗ്യാതറിങ് പരിപാടിക്ക് ഇപ്പം ആദ്യമാണ് വേദൂസ് വന്നത്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വേദുവിനൊരു പനി വന്ന കാരണം വേദൂസിന് വരാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യമാണ് വേദൂസ് കളിക്കുന്നത്. അപ്പോൾ വേദുവിന് അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ സ്കൂളിലെ ഫുള്ള് ടീച്ചർമാരെ ക്ഷണിക്കുന്ന ഒരു പരിപാടിയാണ്. എന്തോരം ടീച്ചർമാർ പഠിപ്പിക്കാനുണ്ട്. എല്ലാവരെയും സ്റ്റേജിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും ആ നടുക്ക് നിൽക്കുന്നതാണ് പ്രിൻസിപ്പാൾ. സാരി കൊടുത്തിട്ട് കളർ സാരിയൊക്കെ കൊടുത്ത് നടുക്ക് നിൽക്കുന്നതാണ് പ്രിൻസിപ്പാൾ. ബാക്കി കോട്ടെല്ലാം ഇട്ട് അപ്പുറം ഇപ്പുറമൊക്കെ വന്ന് നിൽക്കുന്നത് ഓരോ വിഷയം എടുക്കുന്ന ടീച്ചർമാരാണ്. ഒത്തിരി ടീച്ചർമാരുണ്ട് കേട്ടോ സ്കൂളിൽ. എല്ലാത്തിനും സ്പോർട്സിൻ്റെ ഉണ്ട്, പിന്നെ ഡാൻസ്, ഡ്രോയിങ്, പിന്നെ മാത്സ്, മറാത്തി, അങ്ങനെ എല്ലാ വിഷയത്തിനും അങ്ങനെ ഒരുപാട് ടീച്ചർമാരുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരെയും ഒന്ന് സ്റ്റേജിൽ വിളിച്ചിട്ട് എല്ലാ ടീച്ചർമാരെയും ഒന്ന് കാണിക്കുവാണ്. അപ്പോൾ അതായിരുന്നു ലാസ്റ്റ്. ഇതിലും അവരൊരു സോങ് ബാക്ക്ഗ്രൗണ്ടിലുണ്ട്. അപ്പോൾ അത് കാരണം നമ്മളിത് യൂട്യൂബിൽ ഇടുമ്പോഴത്തേനും നമുക്കത് ഇട്ടാൽ പിന്നെ ആ പാട്ടിൻ്റെ കോപ്പിറൈറ്റ് വരുമെന്ന് വിചാരിച്ചിട്ടാണ്. ടീച്ചർമാർക്കെല്ലാം ഒരേപോലത്തെ സാരിയായിരുന്നു കേട്ടോ. പ്രിൻസിപ്പാൾ മാത്രം വേറെ, ബാക്കി ടീച്ചർമാർക്ക് യൂണിഫോം പോലെ തന്നെ ഒരേ ടൈപ്പ് സാരിയായിരുന്നു. അപ്പോൾ ഇതാ എല്ലാവരും സൈഡിൽ നിന്ന് ഓരോ ടീച്ചർമാരുടെയും പേര് വിളിക്കുമ്പോഴത്തേന് അവർ സൈഡിൽ നിന്ന് വന്ന് നിൽക്കുവാണ്. ശരിക്കും പറഞ്ഞ് ഇത്രയും ടീച്ചർമാരുണ്ടെന്ന് ഇപ്പോഴാണ് ഞാനും അറിഞ്ഞത് കേട്ടോ. ഓരോ വിഷയത്തിനും പഠിപ്പിക്കുന്നത് നമ്മൾ ക്ലാസ് ടീച്ചർമാരെ കൂടുതലായിട്ടും അറിയുക. ബാക്കിയുള്ള ടീച്ചർമാരെയൊക്കെ ഇപ്പോൾ ഇങ്ങനെ ഇത്രയും ടീച്ചർമാരുണ്ടെന്ന് വന്ന് നിന്നപ്പോഴാണ് കണ്ടത്. പിന്നെ ഇതാ സ്പീച്ചൊക്കെ പറയണ കുട്ടികൾ തന്നെയാണ്. ടീച്ചർമാരെ ക്ഷണിക്കുന്നതും എല്ലാം കുട്ടികൾ തന്നെയാണ്. അപ്പോൾ കുട്ടികൾക്കും അതിനുള്ളൊരു അവസരം ഇങ്ങനെ മൈക്കിൽ കൂടെ പറയാനും പേടി മാറാനും ഒക്കെ ആയിട്ട് കുട്ടികൾക്കും ഒരു അവസരമായിരുന്നു. അവർ തന്നെയാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞത്, അല്ലാതെ ടീച്ചർമാരൊന്നും അല്ല. വിളിച്ച് പറഞ്ഞത് എല്ലാം കുട്ടികൾ തന്നെയാണ്. അപ്പോൾ അതാ എല്ലാവരും വിളിച്ചതനുസരിച്ചിട്ട് വന്ന് നിൽക്കുന്നുണ്ട്. രാവിലെ ഒരു സെക്ഷൻ പരിപാടി കഴിഞ്ഞു. 3-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് രാവിലെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ 11 മണി തൊട്ടിട്ടാണ് വേദുവിൻ്റെയൊക്കെ, 11 12 മണി തൊട്ടിട്ടാണ് വേദൂസിൻ്റെയൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. 7:30 തൊട്ടിട്ട് രാവിലത്തെ കുട്ടികളുടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടായിരുന്നു വേദൂസിൻ്റെയൊക്കെ പരിപാടിക്ക് പിന്നെ അടുത്ത ആൾക്കാരെ കയറ്റിയത്. അപ്പോൾ എന്തായാലും നല്ല അടിപൊളിയായിട്ട് ഈ വർഷത്തെ ഗ്യാതറിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വേദുക്കുട്ടീനെ അടുത്ത പ്രാവശ്യം ചേരുമെന്നും പറഞ്ഞിരിക്കുന്നുണ്ട്. വേദുവിന് എന്തായാലും ഇഷ്ടപ്പെട്ട്. ഇപ്പോൾ കളിച്ചൊക്കെ വന്നപ്പോൾ നല്ലപോലെ ഇഷ്ടപ്പെട്ട്. അപ്പോൾ ഞങ്ങൾ ഗ്യാതറിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടുന്ന് പോന്നു. അപ്പോൾ അതാ ഞങ്ങൾ ഓട്ടോയിൽ വീട്ടിലേക്ക് പോകാൻ പോയാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ ബൈ.